ഹോമറിൻ്റെ ഒഡീസീസിനെയും പെനലോപ്പിനെയും, ഹോമറിൻ്റെ ഒഡീസീസിൻ്റെ കാമുകിയാണ് പെനലോപ്പി. അപ്പോൾ പെനലോപ്പിനെ ആസ്പദമാക്കിക്കൊണ്ട് വോൾട്ടക് എന്ന് പറയുന്ന ഒരു കവി ഷട്ടിൽ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പെനലോപ്പിയാണ് കഥാപാത്രം എന്നല്ല പറയുക, പക്ഷേ കടലാണ് കഥാപാത്രം. അപ്പോൾ ആ കടലിനെ കഥാപാത്രമാക്കിക്കൊണ്ട് പെനലോപ്പിനെ വരച്ച് കാണിക്കുമ്പോൾ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ബിംബങ്ങളാണ്. അത് തന്നെയാണ് കവിതയുടെ പ്രത്യേകത. ബിംബാത്മകമാണ് അല്ലേ? നിങ്ങളോടൊന്നും എനിക്ക് കവിതയെക്കുറിച്ച് അധികം പറയേണ്ട വരില്ല എങ്കിലും. അപ്പോൾ അനീഷ് മാഷിൻ്റെ കവിതാ സമാഹാരമുണ്ട് ദൈവത്തിലേക്കുള്ള വഴികൾ. അപ്പോൾ അത് റിവ്യൂ ചെയ്യാനായിട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഞാൻ മനുഷ്യനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരുപാട് കവിതകളുണ്ട് അതിൽ, അപ്പോൾ അത് വായിച്ചിട്ട് നല്ല കവിതകൾ ഞാൻ എടുക്കാം. മാഷ് എന്നോട് പറഞ്ഞു അതിലുള്ള എല്ലാ കവിതകളും നല്ലതാണ്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടൊരു കവി എന്നോട് പറയുമ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ പിന്നീട് ആ ബുക്ക് വായിക്കുമ്പോൾ വായനയിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. എല്ലാ കവിതകളും ആനുകാലികങ്ങളിൽ വന്നതാണ്. ഉറവയിലുണ്ട്, കലാകൗമുദിയുണ്ട്, പിന്നെ സർവീസ് ദ്വൈവാരികയുണ്ട്, അങ്ങനെ പരസ്പരം അങ്ങനെ ഒരുപാട് ആനുകാലികങ്ങളിൽ വന്ന ഒരു കവിതകളെയാണ്, ഒരുവല്ല വന്ന കവിതകളെയാണ് ദൈവത്തിലേക്കുള്ള വഴികളിൽ അനീഷ് മാഷ് ഇട്ടേക്കുന്നത്, ആഡ് ചെയ്തത്. അപ്പോൾ ഒരു പെണ്ണ് എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കവിതകളുണ്ട്. അതൊന്ന് പെണ്ണിനെ വരയ്ക്കുമ്പോൾ തന്നെയാണ്. അതിലെ വരി ഇങ്ങനെയായിരുന്നു: മുഖം മറച്ച പെണ്ണിൻ്റെ മുഖം മൂടി മാറ്റിയപ്പോഴാണ് ഓരോ ആംഗിളിലും വ്യത്യസ്തമായ ഭാവങ്ങളാണെന്നറിയുന്നത്. എങ്ങനെ നോക്കിയാലും പുഞ്ചിരി മാത്രം സമ്മാനിക്കുന്ന ഒരു പെണ്ണിനെ വരയ്ക്കാനായില്ലല്ലോ എന്ന് തിരിച്ചറിയുന്നത്. അതാണ് പിന്നെ പെണ്ണിനെ വരയ്ക്കുമ്പോൾ. പിന്നെ പൊക്കിൾ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. അപ്പോൾ ആ കവിതയിൽ തുടക്കം സാരി താഴ്ത്തി ഉടുത്തപ്പോഴാണ്, സാരി താഴ്ത്തി ഉടുത്ത അവളുടെ പൊക്കിളിലാണ് ആദ്യ നോട്ടം എത്തിയത്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ദേഷ്യത്തിൻ്റെ വസ്ത്രമണിഞ്ഞ പൊക്കിൾ ഇപ്പോൾ ഒരു പൊക്കിൾ കൊടിയായി എൻ്റെ നേർക്ക് നീളുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഹാറ്റ്സ് ഓഫ് അനീഷ് മാഷ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ പിന്നീട് ഉള്ളത് ദൈവത്തിലേക്കുള്ള വഴികൾ. ദൈവത്തിലേക്കുള്ള വഴികൾ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ദൈവത്തിലേക്കുള്ള വഴികൾ തപ്പിയിട്ട് മനുഷ്യരുടെ മുഖങ്ങൾ നഷ്ടപ്പെട്ടവരായി എന്നുള്ള, മനുഷ്യരല്ലാതായി എന്ന് തുടങ്ങുന്നു. അങ്ങനെ എന്തോ ഒരു വരിയാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ വരി ഇതായിരുന്നു: നിർത്താതെ പാടിക്കൊണ്ടിരിക്കുന്ന റേഡിയോയ്ക്ക് സ്വരമിടറിയപ്പോൾ ക്ലാവ് പിടിച്ച ടെലിവിഷനിൽ നിന്ന് നീണ്ടു വന്ന തല അതുവരെ കാണാത്ത പുതിയ ദൈവത്തെ കാണിച്ചു തന്നു. അതായിരുന്നു ദൈവത്തിലേക്കുള്ള വഴികൾ. പിന്നെ മരണവീട്ടിലെ കസേരകളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു മരണവീട്ടിലെ കസേരകളിൽ ചാരിയിരിക്കുന്നു പിന്നിപ്പഴകിയ ഓർമ്മകൾ. മരണവീട്ടിലെ നിരത്തിയിട്ട കസേരയിൽ ചാരിയിരിക്കുന്നു പിന്നിപ്പഴകിയ ഓർമ്മകൾ. പരേതാത്മാക്കളുടെ ഭാഷയിൽ സംസാരിക്കുന്നു പ്രാണൻ കത്തിയ നിലവിളക്ക്. ഇതായിരുന്നു മരണവീട്ടിലെ കസേരകൾ. പിന്നെ അതേപോലെ പിരിഞ്ഞു പോയവരോ വഴി പിരിഞ്ഞു പോയവരോ അങ്ങനെ വഴി പിരിയുന്നവർ, അതെടുത്തതാണ് കേട്ടോ. കാരണം വഴി പിരിയുന്നവർ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് വരികൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. പ്രണയമൂറ്റിത്തളർന്ന 2 ഓർമ്മകൾ അലസമൗനം കുടിച്ചങ്ങിരിക്കുന്നു. വഴി പിരിഞ്ഞങ്ങു പോകാനൊരുങ്ങുന്നു, അതിരഹസ്യമായി കൊമ്പുകൾ കോർക്കുന്നു. എന്തല്ലേ വഴി പിരിയുന്നവർ. അതിൻ്റെ അടുത്ത വരി ഇതായിരുന്നു: വെറുതെ എന്തിനോ തീർക്കുന്ന വേലിയിൽ നിറയെ സംശയ പൂക്കൾ വിടരുന്നു, അരികിൽ ആകാശമാർത്തിരമ്പുന്നൊരു തിര ശമിക്കാത്ത താളമായി മാറുന്നു. ഇതാണ് വഴി പിരിയുന്നവർ. അപ്പോൾ എല്ലാം കുഞ്ഞു കുഞ്ഞു കവിതകളാണ്. ഓർക്കാതെ പറഞ്ഞതുണ്ട്, തണൽ മരങ്ങളുണ്ട്. തണൽ മരങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. മേൽക്കൂര നഷ്ടപ്പെട്ട വീടുണ്ട്, തിടുക്കം. ഇതിലെ കുറച്ച് പേരുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം: കൈക്കുടന്നയിലെ കടൽ, കൊതി, ബ്ലാക്ക് ബോർഡ്. പിന്നൊരെണ്ണം എനിക്കിപ്പോൾ ഇങ്ങനെ പേരുകൾ വായിച്ച് വന്നപ്പോഴേ ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതിതായിരുന്നു കേട്ടോ: കടലിലേക്കൊരു വറുതി വെള്ളം മകനിറക്കുമ്പോൾ കരയിൽ നിന്നങ്ങെന്നും അമ്മ അരുതുകൾ ചൊല്ലി, കടലിനാഴക്കനിവു തേടി വലകൾ വീശുമ്പോൾ കടലു നീട്ടിയ കയ്യിൽ അച്ഛൻ തൊട്ടു നിൽക്കുന്നു, കര തനിയെ തിരവകഞ്ഞ് വന്നടുക്കുന്നു. അല്ലേ? അത് കവിതയുടെ പേര് കടൽക്കാറ്റും മുരിക്കൻ പോവും. അതൊരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമാണ് അതിനകത്ത് വരുന്നത്. അത്രയും മനോഹരമാണ്. അപ്പോൾ
കവിതാ സമാഹാരത്തിൻ്റെ റിവ്യൂ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, കാരണം ഇത് വായിക്കേണ്ടതാണ്. ജോർജ് ഓണക്കൂർ സാറാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. പിന്നെന്താ, തുളസി കോട്ടുക്കലാണ് അവസാനം ഒരു ആസ്വാദനം പോലെ, പഠനം പോലെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വായനയുമായിട്ട് വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.